വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് കേരളം തന്നെയല്ലേ? കേരളത്തിൽ തന്നെ പല എംപിമാരും ഇല്ലാതാവുകയല്ലേ സത്യത്തിൽ? കേരളത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 20 സീറ്റുള്ള കേരളം 30 സീറ്റാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് അമിത്ഷാ അതുപോലെ തന്നെ നരേന്ദ്രമോദി പാർലമെന്റിൽ ഉറപ്പ് നൽകിയിട്ടും ഞങ്ങൾക്ക് ഈ ഭേദഗതിയോട് യോജിപ്പില്ല, ഞങ്ങൾ ഈ ബില്ലിനെ പരാജയപ്പെടുത്തുന്നു എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അവിടെ നരേന്ദ്രമോദി കൊണ്ടുവന്ന ബില്ല് പരാജയപ്പെട്ടു. പക്ഷെ സത്യത്തിൽ നരേന്ദ്രമോദിക്ക് ലാഭവും കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടവും ആണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ 20 സീറ്റാണ് ഉള്ളത് ലോക്സഭയിൽ. അത് 30 സീറ്റാക്കി വർദ്ധിപ്പിച്ചു തരാം. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയം. അതിനെയാണ് പ്രതിപക്ഷം വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയത്. കാരണം 2/3 ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ല, കേവല ഭൂരിപക്ഷം പോലും ഇല്ല. 2 കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, കേന്ദ്ര ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആത്യന്തികമായി ഇവിടെ നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു, അമിത്ഷാ വിജയിച്ചിരിക്കുന്നു, BJP വിജയിച്ചിരിക്കുന്നു. BJPയെ തോൽപ്പിച്ചുവെന്ന് ആഹ്ലാദിക്കുന്നവർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ 20 സീറ്റ് 30 സീറ്റാക്കാൻ കിട്ടിയ അവസരം കളഞ്ഞു പൊളിച്ചിട്ട് 20 സീറ്റ് 14 സീറ്റാക്കി മേടിക്കുക എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം വെട്ടിലായിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും ഡീലിമിറ്റേഷന് ശേഷം സീറ്റുകൾ വർദ്ധിക്കും, ക്രമാതീതമായിട്ട് വർദ്ധിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എല്ലാം തന്നെ സീറ്റുകൾ കുറയും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ജനസംഖ്യാനുപാതികമായി നിലവിലുള്ള സീറ്റുകളെ മാത്രം, അതായത് 543 സീറ്റുകളെ മാത്രം ജനസംഖ്യാനുപാതികമായി ഡീലിമിറ്റേഷന് വിധേയമാക്കുമ്പോൾ സീറ്റുകൾ വർദ്ധിക്കുന്നത് ഉത്തരേന്ത്യക്കാർക്കല്ല, സീറ്റുകൾ വർദ്ധിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. ഈ മുസ്ലിങ്ങൾക്കാണെന്ന് പച്ചയ്ക്ക് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ വർദ്ധിക്കും എന്ന് പറയുന്നത്. എന്തിനാണ് ഉത്തരേന്ത്യയിലോട്ട് പോകുന്നത്? കേരളം എടുത്തു നോക്കൂ. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി, അതിൽ വോട്ടർമാരുടെ ജനസംഖ്യ 2.5 കോടി. ആ 2.5 കോടി വോട്ടർമാരുടെ ജനസംഖ്യയെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിനകത്ത് എന്ന് പറഞ്ഞാൽ അതിർത്തിക്കകത്ത് ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ നമുക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ 150 കോടി ജനസംഖ്യ, അതിൽ വോട്ടവകാശമുള്ള 100 കോടിയിൽ പരം ജനസംഖ്യ, ആ ജനസംഖ്യയെ നിലവിലുള്ള 543 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ലക്ഷം പേരാണ് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും വരേണ്ടത് എന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഏതാണ്ട് 10 ലക്ഷം പേരാണ്. അത് വീണ്ടും നമ്മൾ വർദ്ധിച്ച ജനസംഖ്യ കൊണ്ട് ഈ 543 പാർലമെന്റ് സീറ്റിനെ ഹരിക്കുമ്പോൾ അതൊരു 18 ലക്ഷം 19 ലക്ഷമായിട്ട് മാറും. ഇതാണ് വരാൻ പോകുന്നത്. അങ്ങനെ മാറുമ്പോൾ കേരളത്തിലെ ആകെ വരുന്ന 2.5 ലക്ഷം വോട്ടർമാർ, അല്ലെ 2.5 കോടി അല്ലെങ്കിൽ 2.25 കോടി വോട്ടർമാരെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? ഒരു മണ്ഡലത്തിൽ എത്ര ജനസംഖ്യ വരും? ആ ജനസംഖ്യയാണ് ഒരു മണ്ഡലമായിട്ട് കണക്കാക്കുക. ഇത് അഖിലേന്ത്യാ തലത്തിലാണ് കണക്ക് കൂട്ടുന്നത്. കേരളത്തിന്റെ ഉദാഹരണം ഞാൻ എടുത്തു എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ 18 ലക്ഷമോ 20 ലക്ഷമോ വെച്ച് ഒരു പാർലമെന്റ് മണ്ഡലം ഉണ്ടാക്കിയാൽ കേരളത്തിലെ പരമാവധി 14 പാർലമെന്റ് മണ്ഡലം ഉണ്ടാകും. ഈ പാർലമെന്റ് മണ്ഡലങ്ങളെ വീതം വയ്ക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഈ 18 ലക്ഷം തികയാൻ വളരെ എളുപ്പമാണ്. അപ്പൊ മലപ്പുറം ജില്ല തന്നെ 18 ലക്ഷം ഉണ്ട്. അതായത് 36 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനസംഖ്യയുണ്ട്. അപ്പൊ മലപ്പുറം, വയനാട്, കോഴിക്കോട് ഈ പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒരു 4 മുസ്ലിം മഹാഭൂരിപക്ഷ പാർലമെന്റ് മണ്ഡലങ്ങളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ തെക്കേ അറ്റത്ത് കുറയും. അതായത് തിരുവനന്തപുരം, കൊല്ലം മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉള്ള സ്ഥലങ്ങളിൽ ജനസംഖ്യ കുറവാണ്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനസംഖ്യ കുറച്ചു, മുസ്ലിങ്ങളും ജനസംഖ്യ കൂട്ടി. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വീതം വെക്കുന്നത്. 18 ലക്ഷമോ 20 ലക്ഷമോ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വരുമ്പോൾ 18 ലക്ഷം ഹിന്ദുക്കളും 18 ലക്ഷം ക്രിസ്ത്യാനികളെയും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒതുക്കണമെങ്കിൽ അവരുടെ എണ്ണം തീരെ കുറവാണ്. അപ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും.
അതായത് മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് മണ്ഡലങ്ങളുടെ എണ്ണം കുറയും, കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. എന്നാൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. മുസ്ലിം മണ്ഡലങ്ങളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് 4 or 5 ആയിട്ട് മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം 3 മുസ്ലിം മണ്ഡലങ്ങളുണ്ട്. വയനാടുണ്ട്, അതുപോലെ തന്നെ പൊന്നാനി ഉണ്ട്. അപ്പൊ പൊന്നാനി, വയനാട് എന്ന് ഇപ്പോൾ നിലവിലുള്ള 3 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ 4 or 5 ടോട്ടൽ നമ്പർ വരുമ്പോൾ കേരളത്തിന് കിട്ടുന്ന വിഹിതം 14 ആയിട്ട് കുറഞ്ഞാൽ 14ൽ 4 or 5 മുസ്ലിം മണ്ഡലങ്ങളായി മാറിയ പിന്നെ വരുന്ന 9. ഈ 9-നകത്ത് വേണം വനിതാ സംവരണം 3-1 പോകാൻ. അപ്പൊ 3 വനിതാ സംവരണം കൂടെ വന്നു. അപ്പോൾ പിന്നെയുള്ളത് 6. ഈ 6 എണ്ണത്തിനകത്ത് വേണം പുരുഷന്മാർ മുഴുവൻ മത്സരിക്കാൻ. അതായത് UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും കൂടി MP-മാരുണ്ടായാൽ 6 എണ്ണമാണ് ഉണ്ടാവുക. 3 വനിതാ സംവരണത്തിനകത്ത് ഓരോന്ന് കയറ്റിക്കൂടെ എന്ന് ചോദിച്ചാൽ ഓക്കെ. പുരുഷന്മാരായിട്ടുള്ള ഇപ്പോഴത്തെ MP-മാർക്ക് മത്സരിക്കാൻ കേരളത്തിൽ ബാക്കി വരുന്നത് കേവലം 6 സീറ്റുകൾ മാത്രമേ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ 3 പാർലമെന്റ് മണ്ഡലങ്ങളാണ് ഉള്ളത്: പൊന്നാനി, മലപ്പുറം, വയനാട്. ഈ പൊന്നാനി, മലപ്പുറം, വയനാട് എന്നത് തന്നെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഒരു മണ്ഡലവും കൂടി വരും. അങ്ങനെ വരുമ്പോൾ മലപ്പുറം ജില്ലയ്ക്കുള്ളിൽ 3 പാർലമെന്റ് മണ്ഡലവും വയനാട് പാർലമെന്റ് മണ്ഡലവും കൂടി ആകുമ്പോൾ 4 മുസ്ലിം ഭൂരിപക്ഷ പാർലമെന്റ് മണ്ഡലമായി. പിന്നെ കോഴിക്കോട് ജില്ല, മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ ഭാഗം, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷമാണ്. ഇപ്പോൾ തന്നെ ഭൂരിപക്ഷമാണ്. പുതിയ വരുമ്പോൾ വീണ്ടും അതങ്ങനെയാവും. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗിന് 5 MP-മാരെ കൊടുക്കേണ്ടി വരും. ഇനി ആരും കൊടുത്തില്ലെന്നിരിക്കട്ടെ, അവരെങ്ങോട്ട് എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആ 5-നകത്ത് 2 എണ്ണം നെഹ്റു കുടുംബത്തിന് കൊടുക്കേണ്ടി വരും. അതായത് മറ്റേ സോണിയക്ക് പ്രായമായി പോട്ടെ, പ്രിയങ്കയ്ക്ക് ജയിക്കണ്ടേ, രാഹുലിന് ജയിക്കണ്ടേ. അപ്പോ മുസ്ലിം മണ്ഡലത്തിലെ അവർ നിൽക്കുകയുള്ളൂ. വേറെ എവിടെയെങ്കിലും നിന്നാൽ തോറ്റു പോകുന്നൊരു പേടി. അപ്പോൾ ആ കണക്കും കൂടെ പറഞ്ഞ് മുസ്ലിം ലീഗ് 5 എണ്ണം മേടിക്കും, 2 എണ്ണം രാഹുലിനും പ്രിയങ്കയ്ക്കും കൊടുക്കും, പിന്നെ 3 എണ്ണം അവർ ജയിക്കും. ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ 14 എണ്ണത്തിൽ 5 എണ്ണം അങ്ങ് പോയാൽ പിന്നെ ബാക്കി എത്രയാ? ബാക്കി 9. ഈ 9-ൽ വനിതാ സംവരണം 3 എണ്ണം കൂടി പോയാൽ എത്രയാ? 6. അതായത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് BJP അടക്കം എല്ലാവർക്കും കൂടി മത്സരിക്കാൻ പിന്നെ ബാക്കിയുള്ളത് 6. പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് 6, പിന്നെ വനിതാ സംവരണത്തിന് ശരിക്കും പറഞ്ഞാൽ 5 വനിതാ സീറ്റ് വരും. അതായത് 3-1. 14-ന്റെ 3-1 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 5 എണ്ണം വനിത വരും. അപ്പൊ ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആനമണ്ടത്തരമാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഈ ബില്ല് പരാജയപ്പെടുത്തിക്കൊണ്ട് ഏറ്റുവാങ്ങിയിരിക്കുന്ന പ്രഹരം. അവർ തന്നെ കാണിച്ച ആനമണ്ടത്തരമാണ്.